എങ്ങനെ നിർവഹിക്കുന്നത്? ഞാനിനി ലോട്ടറി വിൽക്കരുതോ? ഞാൻ കഞ്ഞി കുടിക്കരുതോ? ബഹുമാന്യ മാധ്യമ സുഹൃത്തുക്കൾക്കും സാദര നമസ്കാരം. വലിയ തിരക്കാണ്, നിങ്ങൾക്കറിയാം. നമ്മളുടെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇന്ന് ഇതിനിടയിൽ ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിക്കാൻ കാര്യം, കഴിഞ്ഞ 2 ദിവസങ്ങളായി കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില ജനാധിപത്യ വിരുദ്ധമായ, മാനുഷിക വിരുദ്ധമായ ചില പരാമർശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ്. പക്ഷെ അത് എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് വ്യക്തിഹത്യയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച. ഇത് ഭൂഷണമാണോ എന്ന് കോൺഗ്രസിൻ്റെ ഉന്നത നേതാവ് തീരുമാനിക്കണം. അദ്ദേഹം എത്രയോ തിരഞ്ഞെടുപ്പുകൾ നേരിട്ടിട്ടുള്ള ഒരാളാണ്. വിവിധ ജില്ലകളിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ളതാണ്. 26-ാം വയസ്സ് മുതൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നയാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് എന്തിനാണ് ഇത്ര പരിഭ്രമമെന്നറിയില്ല. വിവിധങ്ങളായ പദ്ധതികളുടെ ഇപ്പോഴത്തെ പരിതാപകരമായ അവസ്ഥ പൊതുജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾക്ക് തുറന്നു കാട്ടേണ്ടി വന്നു. കടലാസിൽ ഉറങ്ങുന്ന പദ്ധതികളുണ്ട്, പദ്ധതി തുടങ്ങി അന്ന് തന്നെ അടച്ചുപൂട്ടിയ പദ്ധതികളുണ്ട്, തറക്കല്ല് മാത്രമിട്ട പദ്ധതികളുണ്ട്, തറക്കല്ലിട്ടതിന് ശേഷം വാഗ്ദാന ലംഘനം നടത്തി മടങ്ങിപ്പോയ പദ്ധതികളുണ്ട്, ദ്രവിച്ച് താഴെ വീഴാറായ പദ്ധതികളുണ്ട്, മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളുണ്ട്. അങ്ങനെ അനവധി പദ്ധതികളെപ്പറ്റി എല്ലാ ദിവസവും സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡിന്റെ ഇരയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഇരിക്കുന്ന ബഹുമാനപ്പെട്ട തങ്കമ്മ. തങ്കമ്മ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചേനാട്ട് ഉന്നതിയിൽ, കോളനി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളതാണ് ഉന്നതി. ആ ഉന്നതിയിൽ താമസിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയാണ്. ഈ അമ്മ BJP കാരിയൊന്നുമല്ല. ആ അമ്മയുടെ പേര് പോലും ഞാനവിടെ വോട്ട് ചോദിച്ച് ചെന്നപ്പോൾ വഴിയിൽ വെച്ച് കണ്ടു മനസ്സിലാക്കിയതാണ്. ഞങ്ങൾക്ക് BJPയുടെ അമ്മ മെമ്പറല്ല, അമ്മ BJP കാരിയാണോ, BJP അനുഭവം ഒന്നും അറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ടറാണ്. ആ വോട്ടറെ കാണാൻ ഞങ്ങള് ശ്രീമതി ഖുശ്ബു ആ കോളനിയിൽ എത്തുന്ന സമയത്താണ്, അല്ലെ, അത് മറ്റേ കോളനിയിലാണ്, ചെന്നാട്ട്. ഇത് അല്ലാതെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വോട്ട് അഭ്യർത്ഥിച്ച് പോകുമ്പോഴാണ് ഈ അമ്മയെ കാണുന്നത്. അപ്പൊ എന്നോട് ഈ ഇരിക്കുന്ന ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹരിപ്പാടിന്റെ തന്നെ ഒരു മുഖമാണ്. എത്രയോ വർഷങ്ങളായി പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ള ശ്രീ ബാബുരാജ്. ബാബുരാജ് നിങ്ങൾക്കറിയാം എങ്ങനെയായിരുന്നു കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നടന്നത്, MLA-യോടൊപ്പം ചേർന്ന് നടന്നത് എന്നൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പരിചയക്കാരിയാണ് ഈ തങ്കമ്മ എന്ന് പറയുന്ന അമ്മ. ആ അമ്മ ലോട്ടറി വിറ്റാണ് കുടുംബം പുലർത്തുന്നത്. ആ അമ്മയുടെ കയ്യിൽ നിന്നും 3 ലോട്ടറി, അത് 2 ലോട്ടറി, ഇത് ആ ലോട്ടറി ടിക്കറ്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് അമ്മ വിറ്റതാണോ എന്ന് അമ്മ പറയണം. സ്ത്രീ ശക്തിയുടെ 1 കോടി രൂപയുടെ ഒരു ലോട്ടറി 31/3/2026 മിഞ്ഞാന്നല്ലേ നറുക്കെടുത്ത ഒരു ലോട്ടറിയാണ്. ആ ലോട്ടറിയാണ് ഈ അമ്മയുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം വാങ്ങിയതാണ്. ആ വാങ്ങിയതിനെ ഞാൻ പറഞ്ഞു, BJP-കാരെ നിങ്ങൾ എന്ത് പറഞ്ഞുള്ളൂ, ബാബുരാജിനെ എന്ത് വേണം പറഞ്ഞുള്ളൂ. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, അദ്ദേഹം അത് കേൾക്കാൻ വിധിക്കപ്പെട്ടവനാണ്. പക്ഷെ ഈ പാവം പിടിച്ച പട്ടികജാതിക്കാരിയായ അമ്മ എന്ത് പിഴച്ചു എന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല പറയണം. കോൺഗ്രസ് ഹാൻഡിലുകൾ വ്യാപകമായി ഈ അമ്മയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട MLA ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങേപോലെയുള്ള ഉന്നതന്മാർക്ക് മാത്രമല്ല ആത്മാഭിമാനം. അരവയറാണെങ്കിലും മുറുക്കി കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യർക്കും ആത്മാഭിമാനം ഉണ്ടെന്ന് അങ്ങ് തിരിച്ചറിയണം. അങ്ങ് താമസിക്കുന്ന പോലെ ബംഗ്ലാവിലല്ല തങ്കമ്മ അമ്മ ജീവിക്കുന്നത്. അമ്മയ്ക്ക് കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും എസ്റ്റേറ്റോ ബംഗ്ലാവുകളോ ഒന്നുമില്ല. അമ്മയുടെ മക്കൾ IAS-കാരോ ഡോക്ടർമാരോ ഒന്നുമല്ല. അമ്മയ്ക്ക് കോടിക്കണക്കിന് ആസ്തിയില്ല, പറയാൻ പറ്റാത്ത ബിനാമി ഇടപാടുകളില്ല, ലഹരി മാഫിയയുമായി അമ്മയ്ക്ക് ബന്ധമില്ല, അമ്മയ്ക്ക് CPM-ന്റെ ഉന്നത നേതാക്കന്മാർക്കുമായി ഒത്തുതീർപ്പ് ബന്ധവുമില്ല. അവിടെ ദയവേദി അമ്മയെ വെറുതെ വിടണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സന്ദീപിനെതിരെ, ബാബുരാജിനെതിരെ, അനൂപിനെതിരെ, ഇവിടെയുള്ള ഞങ്ങളുടെ പ്രവർത്തകർ ധാരാളം പേരും അഡ്രസ്സും തരാം. ഞങ്ങൾക്കെതിരെ ആയിക്കോളൂ, ഞങ്ങൾ പൊതുപ്രവർത്തനം നടത്തുന്നവരാണ്. പക്ഷേ ബഹുമാനപ്പെട്ട ഈ അമ്മ എന്ത് പിഴച്ചു എന്ന് പറയണം. അവര് ലോട്ടറി വിറ്റ് ജീവിക്കണ്ട എന്നാണോ കോൺഗ്രസിന്റെ നിലപാട്? എവിടെ നിന്നാണ് കോൺഗ്രസുകാർ ഇത്തരം അധാർമികമായ, അവർക്ക് ധാർമ്മികത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എങ്കിൽ പോലും മനുഷ്യത്വരഹിതമായ ഈ നിലപാട് സ്വീകരിക്കുക? 4 വോട്ടിന് വേണ്ടി സ്വന്തം അമ്മയുടെ പടമാണെങ്കിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുമോ? ഒരമ്മ ജീവിക്കാൻ വേണ്ടി ലോട്ടറി വിറ്റ് ജീവിക്കുന്നു. രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ബാബുരാജ് ലോട്ടറി എടുക്കരുതെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം 2 ലോട്ടറി വാങ്ങിയത് ആ പണം കൊടുക്കും. ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. നിങ്ങൾക്കിത് തരും. നിങ്ങൾക്ക് കാണാം, ഈ ലോട്ടറിയാണ് മേടിച്ചത്, ആ പടമാണ് ഇവിടെ ഉള്ളത്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? അപ്പൊ ഇതിൽ നിന്ന് ഞങ്ങൾക്ക്
ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങ് അഴിച്ചുവിട്ടിട്ടുള്ള സൈബർ ഗുണ്ടകളെ അങ്ങ് തന്നെ നിലയ്ക്ക് നിർത്തണം. ഇപ്പോ ഞങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ മുതിരുന്നില്ല. കാരണം ഞങ്ങളുടെ നിലവാരം അതല്ലാത്തത് കൊണ്ടാണ്. ഞങ്ങൾക്ക് അങ്ങയെപ്പറ്റി പറയാൻ വസ്തുതകളോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല എന്ന് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല മനസ്സിലാക്കണം. ഞങ്ങൾ ഇറങ്ങിയാൽ താങ്ങാനുള്ള ശേഷിയൊന്നും ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്കില്ല. ഞങ്ങളെ ഇറക്കരുത്. ഞങ്ങൾ തിരഞ്ഞെടുപ്പിൽ വ്യക്തിഹത്യ വേണ്ട, മാന്യമായ രീതിയിലാണ് ഇത്ര ദിവസവും പ്രചരണം നടത്തിയിട്ടുള്ളത്. എന്റെയോ എൻ്റെ സഹപ്രവർത്തകരുടെയോ ഏതെങ്കിലും പ്രസംഗത്തിലോ പ്രവൃത്തിയിലോ MLA-യോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിനെയോ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു പരാമർശവുമില്ല. പിന്നെ എന്തിനാണ് ബഹുമാനപ്പെട്ട തങ്കമ്മ എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീയെ അപമാനിക്കുന്നത് നിങ്ങൾ വ്യക്തമാക്കണം. അവരെന്താണ് പഴിച്ചത്? അവർ ലോട്ടറി വിറ്റ് ജീവിക്കണ്ട എന്നാണോ രമേശ് ചെന്നിത്തലയുടെ നിലപാട്? അതാണോ കോൺഗ്രസിന്റെ നിലപാട്? അങ്ങനെയെങ്കിൽ അവർക്ക് വേറെ ജോലി മേടിച്ചു കൊടുക്കട്ടെ രമേശ് ചെന്നിത്തല. ബഹുമാനപ്പെട്ട MLA-യോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, തെരഞ്ഞെടുപ്പല്ലേ, അമ്മയ്ക്ക് ഒരു ജോലി വാങ്ങിക്കൊടുക്കട്ടെ. അവർ വികലാംഗ കൂടിയാണ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, സീനിയർ സിറ്റിസണാണ്. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ ശ്രദ്ധയിൽപ്പെടുത്തും. അടിയന്തരമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിൽ ഞങ്ങൾ പരാതി നൽകും. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അമ്മയുടെ ഭർത്താവ് സുഖമില്ലാതെ കിടക്കുന്ന ഒരാളെ എന്തിനാണ് ഈ പാവം പിടിച്ച സ്ത്രീയെ, അമ്മയെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വ്യക്തമാക്കണം. അടിയന്തരമായി കോൺഗ്രസ് ഹാൻഡിലുകൾ വഴി ഊരും പേരുമില്ലാതെ പ്രചരിപ്പിക്കുന്ന സംഗതികൾ പിൻവലിക്കണം. ഏറ്റവും ചുരുങ്ങിയത് രമേശ് ചെന്നിത്തലയ്ക്ക് അറിവില്ല എങ്കിൽ സൈബർ ഗുണ്ടകളുടെ ഈ പ്രവൃത്തിയെ തള്ളിപ്പറയാനെങ്കിലും തയ്യാറാകണം. എൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഇത് നടക്കുന്നത് എന്ന് പറയാനുള്ള ആർജവം ശ്രീമാൻ രമേശ് ചെന്നിത്തല കാണിക്കണം. നിരുപാധികം മാപ്പ് പറയണം ഇത്തരമൊരു സംഗതി ഇവിടെ ഇടയാക്കിയത്. നിങ്ങൾക്ക് തങ്കമ്മ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, എന്ത് വേണമെങ്കിലും അമ്മയോട് ചോദിക്കാം. ബാക്കി കാര്യങ്ങൾ അമ്മ പറയും. എന്നോട് ചോദിക്കാനുണ്ട്, എന്നോടും പറയും. അമ്മ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ്, അങ്ങനെയില്ല. വാട്സപ്പിലും ഫേസ്ബുക്ക് ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ഉണ്ടല്ലോ. എനിക്ക് ഒരാൾ ചോദിക്കും എന്താണ് സംഭവിച്ചത്. ഇത്രയും നേരം ആ കോളനിയിൽ വോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ ആ അമ്മ കോളനി അമ്മയോട് പറഞ്ഞു, അമ്മയോട് ചോദിച്ചോ. ഞാൻ ലോട്ടറി വിൽക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവരെല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും അറിയാവുന്നത് പാസി എന്ന് പറയുന്ന ആളിൻ്റെ മകനാണ്. വർഷങ്ങൾ കൊണ്ട് എനിക്ക് കഴിക്കാത്ത കുടുംബക്കാരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതിനെ കണ്ടപ്പോൾ ഞാൻ ഇതിനോട് സംസാരിച്ച്, പിന്നെ ഇപ്പൊ വോട്ട് നിൽക്കുന്ന ഇത് എന്നോട് പറഞ്ഞ്, പിന്നെ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് 2 വാക്കേ പറയാം. ഒരു പാട്ട് അമ്പലത്തിൽ വേലായ സ്വാമി ഇങ്ങോട്ട് വരുന്ന വഴി നടപ്പാതെ ആക്കിത്തരണം, ഞങ്ങൾക്ക് നടന്നു പോകേണ്ടതുള്ളതാണെന്ന് മാത്രം ഞാൻ ഇവരോട് പറഞ്ഞത്. അല്ല, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ 2 ടിക്കറ്റ് ഇത് വാങ്ങിച്ച് 100 രൂപ തന്ന്. അത് ഇത്ര വലിയ പ്രശ്നമാകുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പാവപ്പെട്ടവളെ, എൻ്റെ ഭർത്താവ് സുഖമില്ല കിടക്കുക, ഒരു കൈ ഒരു കാലും ഷോക്ക് വന്ന് കിടക്കുന്നത്. ഞാൻ ആരുടെ ഒരു പാർട്ടിയിലും ഇല്ലാത്തൊരു വ്യക്തിയാണ്. എനിക്കൊരു വോട്ടുണ്ട്. ഞാൻ അവിടെ ബൂത്തിൽ ചെല്ലുമ്പോൾ ആർക്കാണെന്നുള്ള ചെയ്യും. ചിലപ്പം ചെയ്യത്തില്ല, വോട്ട് ചെയ്യാനും പോകത്തില്ല. എന്നെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എനിക്കിതാ പറയാനുള്ളത്. ഇനി മേലിൽ എനിക്കിതൊരു പ്രശ്നമായി വരാൻ പാടില്ല. എന്നാൽ ഞാൻ അതിനുള്ള മനുഷ്യ കമ്മീഷൻ ഞാൻ പെറ്റീഷൻ കൊടുക്കും. എനിക്ക് അവകാശത്തിനുള്ള കേസ് കൊടുക്കും. അതാണ് എനിക്കിതാ പറയാനുള്ളത്. അതെ, തെറ്റാണോ? ഞാൻ ലോട്ടറി 30 ടിക്കറ്റ് കിട്ടുന്നത് നിശ്ചയമായ കാശേ ഉള്ളൂ. 180 രൂപയാണ് എനിക്ക് കിട്ടുന്നത്, ഒരു ദിവസം കിട്ടുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ഉയരം കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. എന്നെ എന്തിനും ഇങ്ങനെ ദ്രോഹിക്കുന്നു? എൻ്റെ ഭർത്താവിനൊരു സഹായം കിട്ടിയിട്ടില്ല ഇതുവരെക്കും. സർക്കാരിൻ്റെ ഒരു സഹായം കിട്ടിയിട്ടില്ല. ഞാൻ ഓരോരുത്തർക്കും എൻ്റെ വോട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ ആടൊന്നും 10 പൈസ വാങ്ങിച്ചിട്ടില്ല. ഇത്രയും വയസ്സ് 10-20 വയസ്സുണ്ട് എനിക്ക്. ഇതിനാലുള്ളിൽ ഒരുപാട് ആളുകൾ ഇവിടെ നിന്നിട്ടുണ്ട്. ആടെയും കയ്യിൽ നിന്ന് ഞാൻ 10 രൂപ കാശ് മേടിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഇതിൻ്റെ പേര് വന്നത് ഇത് കഴിക്കാത്ത ഭാഷയുടെ മോനായത്.
അത് അവരൊക്കെ വീടുകളിൽ പോയി പണ്ടുള്ള കാലത്ത് ഞങ്ങൾ ഓരോന്ന് വാങ്ങിച്ചും കുടിച്ചും കഴിച്ചും ഒക്കെ ഉള്ള ആളുകളാണ്. ആ ഞങ്ങളെ എന്തിനിങ്ങനെ ദ്രോഹിക്കുന്നത്? അത് തെറ്റാണ്. MLA അറിഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ല. അറിയാതെ ആണെങ്കിൽ ഈ ചെയ്തിട്ടുള്ളത് എന്നാലും ജനങ്ങളുടെ മുമ്പിൽ അത് തെറ്റെന്ന് എൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത്. എൻ്റെ മക്കളൊക്കെ വിളിച്ച് എന്നെ ഒരുപാട് വഴക്ക് പറയുന്നു. ഞാനിനി ലോട്ടറി വിൽക്കരുതോ? അത് ഇറങ്ങരുതോ? ഞാൻ കഞ്ഞി കുടിക്കരുതോ? ഇതാണോ നിയമം? സർക്കാരിൻ്റെ നിയമം ഇതാണോ? ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എന്തോ വീഡിയോ അല്ല, ഫോട്ടോയാണ് ആരോ എടുത്തതാണ്. നമ്മളൊരു പ്രചരണവുമായി ചെല്ലുമ്പോൾ ആരൊക്കെ സമീപത്തുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമുക്കറിയില്ല സാർ, അതാ ഞാൻ പറഞ്ഞത്. എന്തിനാണെന്ന് നമുക്കറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇനിയിപ്പോ അങ്ങ് പറഞ്ഞ പേരെന്താ? കൗമുദിയിലെ രാഹുൽ പറഞ്ഞ വളരെ കൃത്യമാണ്. പൈസ കൊടുക്കുന്ന ആരെങ്കിലും ഫേസ്ബുക്കിൽ ലൈവ് ഇടും. ഇത് എന്താ ആലോചിച്ച് വെക്കും ഞങ്ങള്. അല്ലാണ്ട് ഓട്ടോക്കാരൻ ഒത്തിരി പേര് ചോദിച്ചു നമ്മ കാശ് വാങ്ങിച്ചത് ഇതിനകത്ത് കൊടുത്തേക്കുന്നില്ല. ഞാൻ 2 വാക്ക് പറഞ്ഞ സത്യമാണ്. വേലായ സ്വാമിയുടെ നടപ്പാത, ഹൈവേ കൂടെയുള്ള നടപ്പാത ഞങ്ങൾക്ക് നടന്നു പോകണം. വേലായ സ്വാമി നാലത്രമുക്ക് കൂടെ വരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നടപ്പാത വേണമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു. അത് തെറ്റാണോ? അത് തെറ്റാണോ? ഇപ്പത്തെ ലൈവിൽ ഇത് നമുക്കറിയില്ല. ഇവിടെ നമ്മളൊരു പരിപാടി സ്ഥലത്തേക്ക് ചുറ്റിനും കുറെ ആൾക്കാരുണ്ട്. നിരവധി ആൾക്കാർ ഇപ്പൊ മൊബൈലും കൊണ്ട് നിൽക്കുന്നു. അവരൊക്കെ യൂട്യൂബേഴ്സ് ആണോ വ്ളോഗേഴ്സ് ആണോ നമുക്കറിയാൻ പറ്റില്ല. എന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് വീഡിയോ ഇറക്കിയ ആർക്കായാലും ശരി, ഇതൊരു ഹിഡൻ ക്യാമറ വെച്ച് പിടിച്ച വിഷ്വലോ ഏതെങ്കിലും ദുരൂഹ സാഹചര്യത്തിലല്ല പട്ടാപ്പോയി അമ്മയുടെ കയ്യിൽ ലോട്ടറി ഇരിക്കുന്ന കണ്ടുകൂടെ ഇവനൊക്കെ? എന്റെ ചോദ്യം അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ എത്രമാത്രം മലീമസമായിരിക്കുന്നു MLA, എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്നു. MLAയുടെ ക്യാമ്പ് അറിയാതെ ഇത് പോകുമോ? ഈ പ്രചരിപ്പിക്കുന്ന മുഴുവൻ ഹാൻഡിലുകളും കോൺഗ്രസ് ഹാൻഡിലുകളാണ്. കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ് വിളി വരുന്നത്. ഞാനിപ്പോ ബാബുരാജിയെ പറ്റി അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക പ്രയാസം സമാനതകളില്ലാത്തതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ആൾക്കാർ വിളിച്ച് ചോദിക്കുകയാണ്, കോൺഗ്രസ്സുകാർ വിളിച്ച് ഉപദേശിക്കുകയാണ് അദ്ദേഹത്തെ. അതുകൊണ്ട് MLAക്ക് അടിയന്തരമായി MLA തങ്കമ്മ അമ്മയോട് മാപ്പ് പറയണം. അടിയന്തരമായി ഇത് പിൻവലിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും? പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞത് BJP തുക ചെലവഴിക്കുന്നുണ്ട്. അതിനകത്ത് മുൻകൂറിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് അതിൻ്റെ ചെലവൊന്നും ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിട്ടില്ല. അതിന് തന്നെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അനുവദിച്ചിട്ടുള്ള തുകയുടെ അത്ര തന്നെ വരും എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞത്. അതിനൊരു മറുപടികൾ പറഞ്ഞാൽ CPM-കാർക്കും ഐക്കാർക്കും ഒന്നും ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി യാതൊരു ധാരണയില്ലെന്ന് എനിക്ക് തോന്നുന്നു. തെരഞ്ഞെടുപ്പ് കണക്ക് കൊടുക്കേണ്ടത് ഒരു സ്ഥാനാർത്ഥി പര്യടനത്തിന് ഓരോ ദിവസമാണ്, എല്ലാ ദിവസമാണ്. 1, 2 കഴിഞ്ഞ ദിവസം ബൃന്ദാക്കാരായിട്ട് ഇവിടെ വന്നിരുന്നല്ലോ. അവർ വന്ന വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് ചാർജും എല്ലാ ചാർജ് എടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെയാണോ? ഇവർക്കിതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. സ്റ്റാർ ക്യാമ്പയിനേഴ്സ് വരുമ്പോൾ സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ ചെലവ് സ്ഥാനാർത്ഥിയുടെ പട്ടികയിലല്ല വരിക. അല്ല, അത് ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ ആരാണെന്ന് CPI ആണ് തീരുമാനിക്കുന്നത്. പിന്നെ എന്ത് പറയാനാ ഞാൻ? അല്ല, അതാ ഞാൻ പറയാം. അവർക്ക് കറക്റ്റ് ആയിരിക്കും. MN സ്മാരകത്തിൽ നിന്നാണ് പൈസ കൊടുത്തിട്ടുള്ളതെങ്കിൽ കൃത്യമായിരിക്കും. അവരാണല്ലോ ബില്ല് കൊടുത്തത്. പറയാനില്ല, ഇത്ര കൃത്യമായിട്ട് പറയണേ MN സ്മാരകത്തിൽ നിന്നായിരിക്കണമല്ലോ ബില്ല് കൊടുത്തത്. അപ്പോൾ ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ ചെലവ് പാർട്ടിയുടെ അക്കൗണ്ടിലാണ് വരിക, കാൻഡിഡേറ്റിൻ്റെ അക്കൗണ്ടിലല്ല. അതെങ്കിലും പഠിച്ചിട്ട് വേണം വിമർശിക്കാമെന്ന് എനിക്ക് പറയാറില്ല. പൊതുസമ്മേളനമായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. കാരണം അദ്ദേഹം ഇതിനായി വേണ്ടി വരും. ഇന്നെത്തോ അദ്ദേഹം കേരളത്തിൽ? ഇന്ന് ഉച്ചയ്ക്ക് വന്ന് നാളെ ഉച്ചയ്ക്ക് മടങ്ങി. റോഡ് ഷോയ്ക്ക് കൂടെ കാണണം. നാളെ എത്തും, മറ്റന്നാൾ അദ്ദേഹം മടങ്ങും.
ഇപ്പോൾ ഓപ്ഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫർദർ ഡിസ്കഷൻ ഇപ്പോൾ PM ഉള്ളത് കൊണ്ട് PM പോയി കഴിഞ്ഞാൽ ഒരു ഡിസ്കഷൻ കൂടെ ഉണ്ടാകും. അവസാന ഘട്ടത്തിൽ ഇനിയിപ്പോൾ സാധ്യത കുറവാണ്. ആയിക്കോട്ടെ, സന്തോഷം.